നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനില്ലേ വീട്ടിൽ നിന്ന് വരുമ്പോൾ അമ്മയുടെ കുറേ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. നൈറ്റി, ചുരിദാർ, സാരി ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്നും വളരെ കുറച്ച് ഞാൻ കഴുകി അലമാരി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരാളിരിക്കണമൊക്കെ ഇട്ട രണ്ട് മക്കളുണ്ടായിട്ട് ഒരു കുട്ടിയോടെ നടന്ന് കളിക്കുന്നുണ്ട്. കാണുന്നുണ്ടോ അറിയില്ല. ഒരുമാതിരി രണ്ട് കളറ് മിക്സ് ചെയ്തിട്ട്. അപ്പോൾ വേറെ ഒന്നല്ല, കുറച്ച് ഡ്രസ്സ് ഞാൻ കണ്ടോ, ഇതൊക്കെ അമ്മയുടെ ചുരിദാറുകളാണ്. ചുരിദാർ, നൈറ്റിയൊക്കെ. അപ്പോൾ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ കുറച്ചെടുത്തിട്ട് ഞങ്ങൾ ഇന്നും അലക്കിയത് ഇവിടെ ഈ ഒരു വർക്ക് ഏരിയയിലാണ് ഇങ്ങനെ പരത്തിയിടുക. അപ്പോൾ രണ്ടാൾ ഫുള്ളായിട്ടുണ്ടാവും, ഒന്നരാൾ അലക്കിയാലും ഉണ്ടാവും. അപ്പോൾ ഞാൻ വളരെ കുറച്ച് ഡ്രസ്സ് ഞാൻ കഴുകി മടക്കിയൊക്കെ അലമാരിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചും കൂടി എടുത്ത് കഴുകി പുറത്ത് പോയിട്ട് കയ്യിലിട്ട് ഒന്ന് വെറുതെ സോപ്പും വെള്ളത്തിൽ മുക്കി എടുത്തിട്ട് മെഷീനിലിട്ട് ഉണക്കി ഒക്കെ പരത്തിയിട്ടിട്ടുണ്ട്. പിന്നെ അലക്കാനുള്ള അലക്കി. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് നേരം ഉറങ്ങി കേട്ടോ. ഞാൻ ഇന്നൊരു 10:30 ആകുമ്പോഴത്തേക്ക് ഉറങ്ങി. 12 വരെ ഉറങ്ങിയിട്ടുണ്ട്. 10 ആകുമ്പോഴത്തേക്ക് കിടന്നിട്ട്. ഇന്ന് ഭയങ്കര ക്ഷീണം തോന്നിയിരുന്നു. കിടന്ന് ഞാൻ ഉറങ്ങിപ്പോകുന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ കിടന്ന് ഞാൻ കണ്ണും പൂട്ടിയൊക്കെ അങ്ങനെ കിടന്ന് ഞാൻ ഉറങ്ങി ഒരു 12 വരെ. പിന്നെ എന്തായാലും പണികളൊക്കെ വേഗം തീർക്കാമെന്ന് വിചാരിച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെള്ളം കൊണ്ടുപോയി നിറച്ചു. പിന്നെ ഇന്നലെ രാത്രിയിലത്തെ ഫുഡ് എന്ന് പറയുന്നത് ഗോതമ്പിൻ്റെ പുട്ടും പിന്നെ സാമ്പാറുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി പൊടിയിട്ടിട്ട് വെച്ച സാമ്പാറാണ്. പക്ഷെ നല്ലോണം കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട്, സാധാരണ ഞാൻ കഷ്ണങ്ങളൊന്നും അങ്ങനെ വെക്കില്ല. അപ്പോൾ ഇതേ കുറച്ച് സാമ്പാർ ബാലൻസ് ഉണ്ട്. ഇന്നും കൂടിയും കൂട്ടാനുള്ള സാമ്പാർ ഇട്ട് അത്ര കണ്ടാൽ മതി, കണ്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ വെള്ളമൊക്കെ കൊണ്ടുപോയി നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചായ വെച്ച പാത്രം ഇന്ന് പിള്ളേർ കഴുകിയിട്ടില്ല. അവർക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ നന്ദുവിന് ചീത്ത പറഞ്ഞു കഴുകണ്ട. അവൻ ആ സമയം ഇല്ലാത്തതുകൊടുത്ത് അത് കഴുകാൻ പോയപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞു കഴുകണ്ട, അമ്മ ഉണ്ടല്ലോ അവിടെ, സമയമില്ലാത്തതുകൊണ്ടല്ലേ, അപ്പോൾ ഞാൻ കഴുകിക്കോളും, വന്നിട്ട് തിരക്കൂട്ടി കഴുകണ്ട അവിടെ വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനതൊക്കെ കഴുകി വെച്ചു. ഒക്കെ അടിച്ച് വാരിയിട്ടിട്ടുണ്ട്. മേശ വൃത്തിയാക്കിയതായിരുന്നു. വീണ്ടും ഞാൻ അതിൻ്റെ മുകളിൽ നമ്മുടെ എണ്ണക്കടി ഇടുന്ന പാത്രം കഴുകിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നിപ്പോൾ വൈകുന്നേരത്തിന് ഞങ്ങൾ സാധാരണ കടികൾ മേടിക്കലല്ലേ, അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ നൂൽപുട്ടിന് പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പണ്ട് എനിക്കിത് കുഴയ്ക്കാറിയില്ലായിരുന്നു. തിളച്ച വെള്ളത്തിൽ ഞാൻ കുഴയ്ക്കാറില്ലായിരുന്നു. പിന്നെ ഞാൻ ആരൊക്കെയോ പറഞ്ഞു തന്നിട്ട് അതും പഠിച്ചു. അപ്പോൾ പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെന്തെന്നാ, ഇനി ഫ്ലാസ്കൊന്നും കഴുകിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ അലക്കിയത് ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ഭർത്താനുണ്ട്. ഫ്ലാസ്കൊക്കെ മുറ്റത്ത് കൊണ്ടുപോയി നിരത്തി വെച്ചിട്ടുണ്ട്. ചായ വെച്ച പാത്രം എന്തായിരിക്കുന്നു, അതൊന്ന് തേച്ച് കഴുകണം. അത് തേച്ച് കഴുകി അതിലേക്കുള്ള വെള്ളം കൊണ്ടുവയ്ക്കണം. പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ സെറ്റാണ്. സിങ്കൊക്കെ കഴുകി വെച്ചു, അതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു തേങ്ങ ഞാൻ ഇന്നലെ പൊളിച്ചത്, അത് എനിക്ക് റോഡും വന്ന് കിട്ടിയിട്ട് ഞാൻ തേങ്ങ എടുത്ത് വെച്ചത്. തേങ്ങയ്ക്ക് എന്താ വില എന്നറിയാം. അപ്പോൾ എനിക്കൊരു തേങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. 2 ആഴ്ച ആവാനായി നമ്മളിവിടെ കൊണ്ടുവച്ചിട്ട്. അപ്പോൾ ഇന്നലെ ഞാൻ പൊളിച്ചു. എനിക്ക് ഭയങ്കര മടിയാണ് വെട്ടത്തിയോണ്ട് തേങ്ങ പൊളിക്കാനായിട്ട്. ബലം കൊടുത്ത് ഇങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ അമ്മയും മക്കളും ഇവിടെ ഞാൻ കാണിച്ചു കേട്ടോ. ഇതേ കണ്ടോ, ഇങ്ങനത്തെ ഒരു കറുത്ത പൂച്ചയാണ് നമ്മുടെ മാർക്കറ്റിൽ പിന്നെ വരാം. ഇവിടെ മീനൊന്നും ഇല്ലടോ. അതിൻ്റെ ഒരു കൊച്ചിതാ. ഇത് വേറൊരു വെള്ളയും കറുപ്പുള്ളൊരു പൂച്ചക്കുട്ടിയുണ്ട്. അത് നല്ല ഭംഗിയുണ്ട്. ഈ കാണുന്നത് അതിൻ്റെ അച്ഛൻ്റെ ഒക്കെ പോലെയാണ്. അതിൻ്റെ അതേ കളറുള്ളൊരു പൂച്ചയുടെ വരുന്നുണ്ട്. അപ്പം ഞാൻ അത് വെച്ചിട്ടാണ് അത് അതിൻ്റെ അച്ഛനായിരിക്കും എന്ന് വിചാരിക്കണം. പിന്നെ അവരമ്മേനെ ഞാൻ അവരച്ഛൻ്റെ കൂടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വല്ല ഇട്ടെടുത്ത് കഴിഞ്ഞാൽ തിന്നാനൊക്കെ വരുമ്പോൾ രണ്ടാളും ഒരുമിച്ചുണ്ടാവാറുണ്ട് ഇവിടെ. അപ്പോൾ ഇതേപോലത്തെ കറുപ്പഞ്ഞൊക്കെ നമ്മുടെ മാർക്കറ്റിൽ ഫുഡ് കഴിക്കാനുള്ള പത്തിരി കഴിക്കാൻ വരത്തുള്ളത്. ഇന്നും വന്ന് മൂപ്പര് പത്തിരിയൊക്കെ തിന്ന് പോയതാണ്. ഇന്നലെ ഇപ്പോൾ ഞാൻ തേങ്ങ വാങ്ങാൻ മറന്നു. സംഭവം ഞാൻ മറന്നതാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ 2 തേങ്ങ വെച്ചിട്ട് ഞാൻ ഡെയിലി മേടിക്കില്ല. ഡെയിലി അല്ല, തീരുന്നതിനനുസരിച്ച് 2 തേങ്ങ നമുക്ക് ചിലപ്പോൾ 2-4 ദിവസത്തേക്കൊക്കെ ഉണ്ടാവുമല്ലോ. തേങ്ങ അരച്ച് കറി വയ്ക്കുകയും പുട്ട് അങ്ങനെയൊക്കെ ഓരോന്ന് ഉണ്ടാക്കുമ്പോൾ. ഇപ്പോൾ രാവിലെയുടെ ഫുഡ് ഉണ്ടാക്കൽ വളരെ വളരെ കുറവാണ്, സമയം കിട്ടാറില്ല. അപ്പം ഓടിപ്പിച്ചിട്ടും പോകാത്ത പേടില്ലേ. അപ്പം കണ്ട, ഇതാണ് അതിൻ്റെ വേറെ കുട്ടി. 2 മക്കളെയാണ് ഞാനിപ്പോൾ കാണാറുള്ളൂ. 2 കുട്ടികളാണ് ഉള്ളത്.
നല്ല ഭംഗിൻ്റെ കാണാൻ. ഇതിങ്ങളോട് എപ്പോഴും കളിയിലാണ് ഏത് സമയം. വയ്ക്കും അങ്ങോട്ട്. മീനൊന്നും ഇല്ല ഇവിടെ കൊടുക്കുക. ഞാൻ മീനങ്ങനെ എന്നും വാങ്ങാറൊന്നുമില്ല. ഇതിലൂടെ ഇങ്ങനെ ഓടി അങ്ങനെ കളിക്കും. പിന്നെ വീട്ടിങ്ങൾ ചെറുതായിരിക്കും, നല്ല രസമാണ് കാണാൻ. ഭയങ്കര ക്യൂട്ടല്ലേ. ഇതാണ് എൻ്റെ നൂൽപുട്ടിൻ്റെ അച്ച് കേട്ടോ. ഇത് വാങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറേ അച്ചുണ്ടാവുമല്ലോ, മുറുക്കിൻ്റെയും വേറെ ഒക്കെ ആയിട്ട്. അപ്പോൾ അത് സംഭവം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി വീട് മാറുന്ന സമയത്ത് കേട്ടോ. എവിടേക്കാണ് പോയത് എനിക്കറിയില്ല, എന്തോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. നമ്മൾ കൊടുങ്ങല്ലൂർ താമസിക്കുന്ന സമയത്ത് ഞങ്ങളൊരു വർഷം കൊടുങ്ങല്ലൂർ ഉണ്ടായിരുന്നു. പപ്പടു LLBക്ക് ചേർന്ന സമയത്താണോ രണ്ടാമത്തെ വർഷമാണോ എന്നറിയില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയതാണ്. നമ്മുടെ ഹൗസ് ഓണർ പറഞ്ഞിട്ട് അവരോട് അടവിന് സാധനങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പോൾ എന്നോട് വാങ്ങാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. അങ്ങനെ ഓരോന്ന് വാങ്ങുമ്പോൾ ഓരോ സാധനങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ചായി ഇപ്പം അത്. പക്ഷേ അതിൻ്റെ അച്ഛൻ എവിടെയോ പോയിട്ടോ. എനിക്ക് ഭയങ്കര വിഷമമായി. ഇനി അച്ഛൻ മാത്രം കിട്ടുമെന്ന് എനിക്കറിയില്ല മേടിക്കാനായിട്ട്. പക്ഷെ ഇത് നല്ല നൂൽപുട്ടിൻ്റെ അച്ചല്ല, സോറി, അതിൻ്റെ ചില്ല് അച്ചെന്നാണ് ഞാൻ പറയുന്നത്, ചില്ല് കേട്ടോ. അപ്പോൾ ചില്ല് വേറെ ഇല്ല എൻ്റെ കയ്യിൽ. നൂൽപുട്ടിൻ്റെ ആ ഒരൊറ്റ ചില്ല് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ചില്ലുകളൊക്കെ ഞാൻ കൂടിയിട്ട് ഒരുമിച്ച് ഞാനിങ്ങനെ ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെവിടെയോ പോയി നമ്മൾ വീട് മാറിയ സമയത്ത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇനി പാത്രക്കടയിൽ എങ്ങനെ പോകുമ്പോൾ ചോദിക്കണമെന്ന്. പിന്നെ ഈ ഒരു ഇഡ്ഡലി പാത്രം ഞാൻ പറഞ്ഞില്ല, അമ്മ വാങ്ങി തന്നാണ്. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഞാനതൊന്നും കൂടി പറയാം കേട്ടോ. കാരണം ഇത് കുറേ വർഷമായി ഞങ്ങൾ നന്ദുവിൻ്റെയും കുഞ്ചുസിൻ്റെ അച്ഛൻ്റെ കൂടെ തന്നെ ഞങ്ങൾ വാടകയ്ക്ക് മാറുന്ന സമയത്ത് ഇതുപോലെ അമ്മ കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങി തന്നിരുന്നു. അതേപോലെ ഈ ഒരു ചെമ്പ്, ഇത് ജാക്സൺ വാങ്ങുമ്പോൾ കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ റൈസ് കുക്കറില്ലേ, അത് വാങ്ങുമ്പോൾ കിട്ടിയിട്ടുള്ളതാണ്. അതിൽ ചോറ് ആക്കി വയ്ക്കാനുള്ള ചെമ്പ്. ഇപ്പോൾ ഇതിൽ ഞങ്ങൾ കുടിവെള്ളം വയ്ക്കാനായിട്ട് ഉപയോഗിക്കുകയാണ്. കാരണം ഇതെവിടെയോ ഒരു ചതവുണ്ട് കണ്ട, അതിൻ്റെ ഒരു വായ ഒരു ഷേപ്പിൽ വ്യത്യാസം എവിടെയോ മക്കൾ അങ്ങനത്തെ പറ്റിയിട്ടുള്ളതാണ് അവർ വെള്ളം നിറയ്ക്കുമ്പോൾ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ ചോറ് വെച്ച് അരി ഇട്ടിട്ട് അരി തിളച്ചതുകൊണ്ട് മൂടി വയ്ക്കുമ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് എവിടേക്കോ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കില്ല. വേറൊരു ചെമ്പുണ്ട് എനിക്ക്, അതാണ് ഉപയോഗിക്കൽ. അപ്പോൾ അതിലിപ്പോൾ ഞങ്ങൾ കുടിക്കാനുള്ള വെള്ളം കൊണ്ടേക്കില്ല കേട്ടോ. പിന്നെ ഈ ഇഡ്ഡലി ചെമ്പിന് ശരിക്കും കുറച്ച് കംപ്ലൈൻ്റൊക്കെ ഉണ്ട്. ഇതിൽ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ നന്നായി കിട്ടാറില്ല. ഇനിയിപ്പോൾ ഞാൻ മിക്സ് ചെയ്യണതിൻ്റെ കുഴപ്പമാണോ, വാങ്ങണ മാവായാലും കലക്കി ഒഴിക്കുമ്പോൾ എനിക്കത് നന്നായി കിട്ടാറില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ കാതിൻ്റെ ഇവിടുത്തെ താഴത്തുള്ള ഒരു സംഭവം പോയിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു, അത് പോയിട്ടുണ്ട്. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇഡ്ഡലി നന്നായി കിട്ടാറില്ല, അങ്ങനൊരു കാര്യമുണ്ട്. അപ്പോൾ എന്തായാലും നൂൽപുട്ടിനുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നമുക്കൊക്കെ അടുപ്പത്ത് വയ്ക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതിൻ്റെ തട്ടുകളാണ്, 3 തട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ തട്ടുകളൊക്കെ ഞാൻ ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുത്തിട്ട്, എന്താ പറയുക, മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ ഇതുപോലെ നനവുള്ള വെള്ളമൊക്കെ തുടച്ച് മാറ്റിയിട്ട് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയൊക്കെ ഞാൻ തുടച്ച് കൊടുക്കാറുണ്ട്. എന്നിട്ടേ തേങ്ങ ഇടുക അല്ലെങ്കിൽ മാവയിലേക്ക് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാറുള്ളൂ. ഇപ്പം ഞാൻ അതിലൊന്നും ചെയ്തിട്ടില്ല, തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. നനവൊക്കെ തുടച്ച് കളഞ്ഞിട്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ അതുപോലെ കണ്ടമാനം ഞാൻ വാരിയിടാറില്ല കേട്ടോ, കുറച്ചീശം ഉപയോഗിക്കാറുള്ളൂ. പക്ഷെ നേരെ തിരിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞാൽ അമ്മ ഉണ്ടാക്കണേലൊക്കെ അമ്മ നന്നായിട്ട് തേങ്ങ ഇടും കേട്ടോ. അതുകൊണ്ടൊരു പ്രത്യേക ടേസ്റ്റൊക്കെ അമ്മ ഉണ്ടാക്കണ ഫുഡിന്. അത് പിന്നെ അങ്ങനെയാണല്ലോ, അമ്മമാരെ ഫുഡിന് എപ്പോഴും നമ്മൾ ഉണ്ടാക്കണത് എത്ര നന്നായി ഉണ്ടാക്കിയാലും, നമ്മളിപ്പോൾ എത്ര നല്ല ഫുഡ് ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ നന്നായി ഉണ്ടാക്കിയാലും അതിനെക്കാട്ടിയും ടേസ്റ്റ് ഉണ്ടാവുക എപ്പോഴും അമ്മമാരുണ്ടാക്കുന്ന ഫുഡ് തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ തേങ്ങ കുറേശ്ശെ ഇടാറുള്ളൂ. ഇവിടെ തേങ്ങയ്ക്ക് നമുക്ക് നല്ല വിലയാണ്, ഇപ്പോൾ അത്യാവശ്യം നല്ല വില കൂടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുകൊണ്ടൊന്നല്ല, കുറേശ്ശെ ഇപ്പോൾ തേങ്ങ ചെരുകയാണെങ്കിൽ കുറച്ച് ചെരുകിയാൽ മതി, പിന്നെ ആവശ്യത്തിന് ഇട്ടാൽ മതിയല്ലോ എന്നുള്ളൊരിതാണ്. പിന്നെ നമ്മളിതിന് തേങ്ങാപ്പാലൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നന്നായി തേങ്ങാപ്പാൽ ഉപയോഗിക്കുമല്ലോ, അതുകൊണ്ട് അപ്പോൾ തേങ്ങ ഒക്കെ ഇട്ട് സെറ്റാക്കുകയാണ്. പിന്നെ മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുറ്റി ആ ഒരു റൗണ്ടിലേക്ക് കണക്കാക്കിയിട്ടൊന്നും അങ്ങനെ ഇടാറൊന്നുമില്ല കേട്ടോ. ഞാനങ്ങനെ അവരിങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ കട്ടിയിൽ അങ്ങനെ മേലേക്ക് ആക്കി കൊടുക്കില്ല. അപ്പോൾ വേഗം പണി തീരുകയും ചെയ്യുമല്ലോ. പിന്നെ ഇവിടെ ആണെങ്കിൽ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. നൂൽപുട്ടും പാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചേച്ചിയോടെ പോയി കഴിഞ്ഞാൽ അവർ നൂൽപുട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അവർ പാല് പിഴിയും, പക്ഷെ പഞ്ചസാര മിക്സ് ചെയ്യില്ല. പാല് ഒഴിച്ചിട്ട് അതിൽ പഞ്ചസാര ഇടും.
നമ്മളിവിടെ നൂൽപുട്ടിൻ്റെ കൂടെ തേങ്ങാപ്പാൽ പിഴിഞ്ഞതിന് ശേഷം അതിൽ പഞ്ചസാര കലക്കോലോ. പക്ഷെ ചേച്ചിയോട് അങ്ങനെയല്ല, ആവശ്യത്തിന് നമ്മളിപ്പോൾ നൂൽപുട്ടെടുത്ത് അതിലേക്ക് പാലൊഴിച്ച് കഴിയുമ്പോൾ പഞ്ചസാര മിക്സ് ചെയ്യാത്ത പാലായിരിക്കും. എന്നിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ മേലെ പഞ്ചസാര വേണ്ടത് വിതറാം. അങ്ങനെയാണ്. മധുരം വേണ്ടവർക്ക് തോന, വേണ്ടവർക്ക് തോനെടുക്കുക, ഇനിയിപ്പോൾ കുറവ് മതിയവർക്ക് കുറവ്, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് പറഞ്ഞതാണ്. പിന്നെ ഇപ്പം എനിക്ക് മടിയാണെന്ന് വെച്ചാൽ നമുക്ക് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ടൈം കിട്ടാറില്ല. എങ്ങനെ ടൈം നോക്കിയാലും എനിക്ക് ടൈം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മിക്കവാറും വാങ്ങിയിരിക്കും പുറത്തുനിന്ന്. ചിലപ്പോൾ എണ്ണക്കടി കഴിക്കും, ചില സവിലും പഴമാക്കും, ചിലപ്പോൾ മാവാക്കും. അങ്ങനെ നമ്മുടെ സൗകര്യം പോലെ ചെയ്യൂട്ട. പിന്നെ ഈ സമയത്തൊക്കെ ആകുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് ഉണ്ടാക്കാമല്ലോ. അങ്ങനെ നൂൽപുട്ട് അടുപ്പത്ത് വെച്ച് തീ കുറച്ച് വെച്ചിട്ട് ഞാൻ പിന്നെ നേരെ ഫ്ലാസ്ക് കഴുകാൻ വന്നുട്ടാ. കാരണം എനിക്ക് ഈ ഫ്ലാസ്കൊക്കെ കഴുകാന്ന് വെച്ചാൽ കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട പണിയായതുകൊണ്ട് തിരക്കിട്ട് ചെയ്താലും അത് വൃത്തിയാവില്ല. അപ്പോൾ ഞാനത് എൻ്റെ സമയം പോലെ സാവധാനത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ അടുക്കളയിലത്തെ ആ ഒരു തിരക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലാസ്കൊക്കെ കൊണ്ടുവന്ന് കഴുകുകയാണ്. എന്നുവെച്ചാൽ അത് പാലിച്ചായ നമ്മൾ എടുക്കുന്നതനുസരിച്ച് കുറച്ച് പുറത്തൊക്കെ ഉണങ്ങി പിടിച്ചിരിക്കും അത് തുറന്ന പാട്. പിന്നെ അതിൻ്റെ ആ കുഴലിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കുലുക്കി കളയുകയും വെള്ളമൊക്കെ ഉള്ളോട്ട് ഒഴിച്ച് പിന്നെ ഇങ്ങനെ തട്ടി അതിൻ്റെ ഉള്ളിലത്തെ പാടകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും. ഈ പാൽപ്പാടല്ല, ചായയിലുണ്ടാവുന്ന ഒരു പാടല്ലേ, അതിങ്ങനെ അതിൻ്റെ തരിതരായിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടാവും കേട്ടോ. അതങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കഴുകി എടുക്കുമ്പോൾ വൃത്തിയാവുള്ളൂ. പിന്നെ ഞാനത് ബ്രഷ് വെച്ചിട്ടാണ് അതിൻ്റെ പിന്നെ സൈഡിലും അതിൻ്റെ നമുക്കിപ്പോൾ പാത്രം തേക്കണ കമ്പിയോ അല്ലെങ്കിൽ സ്പോഞ്ചോ ഒന്നും ഇട്ടിട്ട് തേച്ചാൽ വൃത്തിയാവാത്ത ഭാഗങ്ങളിൽ ചെറിയ ഗ്യാപ്പിലൊക്കെ ബ്രഷ് ഇട്ടിട്ട് തേച്ചാൽ നല്ല വൃത്തിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതൽ പണിയെടുക്കണ്ട. മറ്റേതുകൊണ്ട് ഇപ്പോൾ സ്പോഞ്ചോ കമ്പിയോ ഒക്കെ ഇട്ട് തേച്ചാലും വൃത്തിയാവാത്ത ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഞാനങ്ങനെ പല്ല് തേക്കണ ഒരു ബ്രഷ് ഇതിനായിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ വെച്ചിട്ടാണ് കഴുകണത്. എന്നാലും നല്ല വൃത്തിയാവും കേട്ടോ. പിന്നെ ചിലപ്പോൾ എനിക്ക് ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കുമ്പോൾ മടി തോന്നും. എന്നുവെച്ചാൽ കുറേ സമയം എടുത്ത് ചെയ്യണതല്ലേ, അപ്പോൾ ചിലപ്പോൾ ഒരു മടിയൊക്കെ തോന്നും. പക്ഷെ മടിച്ചിട്ട് കാര്യമില്ല, അത് അന്ന് തന്നെ വൃത്തിയാക്കണം. വൈകുന്നേരത്തേക്കൊന്നും അത് വെക്കാൻ പറ്റില്ല, ഭയങ്കര സ്മെല്ലായിരിക്കും. പിന്നെ നല്ല വൃത്തിയായിട്ട് കഴുകി അങ്ങനെ കൊണ്ടു കിടക്കണതാണ്. പിന്നെ ഞാനിത് മക്കളെ ഏൽപ്പിക്കുകയില്ല. പിള്ളേരെ അത് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു അതിൻ്റെ ഒരു വാഷറൊക്കെ ഉണ്ട്, കുഞ്ഞൊരു വാഷറൊക്കെ ഉണ്ട്. വാഷർ തന്നെയൊന്നും പറയാം. അത് പെട്ടെന്ന് എൻ്റെ തന്നെ വീണ് പോകലുണ്ട് താഴെ. പക്ഷെ ഞാനതൊക്കെ കഴുകുമ്പോൾ എന്നും ശ്രദ്ധിക്കണതിനെ കൊണ്ട് അതെനിക്ക് അപ്പോൾ തന്നെ എടുത്ത് വെക്കാൻ പറ്റാറുണ്ട്. പിന്നെ പിള്ളേർ കഴിക്കാനൊന്നും അതങ്ങനെ ചിലപ്പോൾ വൃത്തിയാവണമെന്നില്ല. എനിക്കെന്തോ ഒരു തൃപ്തി കുറവാട്ടോ അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാൻ. അപ്പോൾ അതുകൊണ്ട് പിള്ളേരിടയ്ക്ക് ചോദിച്ചാലും ഞാൻ വേണ്ടാന്നേ പറയുള്ളൂ. പിന്നെ വേറെന്താ, പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ കെറ്റിലായിരുന്നു മുമ്പ് ഉപയോഗിച്ചിരുന്നത്. അതിൽ ചൂട് നിൽക്കാണ്ടായപ്പോഴാണ് നമ്മൾ മിൽട്ടൻ്റെ ഫ്ലാസ്ക് ഉപയോഗിച്ചത്. പക്ഷെ അത് നല്ല ഫ്ലാസ്ക് കേട്ടോ. ഉള്ളിൽ സ്റ്റീലൊക്കെ ആയിട്ട് പിന്നെ ചൂടാണെങ്കിൽ ഒരു ദിവസം ഫുള്ളായിട്ട് അതിൽ ചൂട് നിൽക്കും. അപ്പോൾ നല്ല ഫ്ലാസ്ക്കാണ്. പിന്നെ ചായ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് നല്ല ചായയാണ് ഉണ്ടാക്കുന്നത്. മുമ്പ് മോശമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ എനിക്കറിയില്ല. പക്ഷെ ഇപ്പോഴത്തെ ചായ ഞാൻ ഏലക്കായൊക്കെ ഇടാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ചായപ്പൊടിയൊക്കെ നല്ല വെട്ടി തിളപ്പിച്ചിട്ടാണ് പാല് മിക്സ് ചെയ്യുള്ളൂ. അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയപ്പോൾ ചായയ്ക്കും ടേസ്റ്റിലൊരു വ്യത്യാസം എനിക്കും തോന്നാറുണ്ട്. അതുപോലെ ആരെങ്കിലും പറയാറുമുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നൂൽപുട്ട് ലാസ്റ്റത്തെ ആയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ എന്താക്കുന്നത് വെച്ചാൽ അച്ചിൻ്റെ ഉള്ളിലത്തെ മാവ് ഇങ്ങോട്ട് എടുത്തിട്ട് അത് ചെറിയ ഇങ്ങനെ ബോൾ പോലെ ആക്കിയിട്ട് അവസാനത്തെ ഭാഗത്ത് തട്ടിൽ ഞാൻ വെക്കും. അപ്പോൾ അതാണ് ആയിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ കട്ടൻ ചായക്ക് വെള്ളമെടുപ്പത്ത് വെച്ചു. പിന്നെ തേങ്ങാപ്പാലിനുള്ള തേങ്ങ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസം പുട്ടുണ്ടാക്കാനായിട്ട് കുറച്ച് തേങ്ങ ചിരുകണ സമയത്ത് അതിലത്തെ ഒരു മുറി കൊപ്രയായിട്ട് ഇങ്ങോട്ട് അടർന്നു. അപ്പോൾ ഞാനതൊന്ന് അങ്ങനെ തന്നെ മാറ്റി വെച്ചു. അപ്പോൾ അത് ഞാൻ ചെറുതാക്കി അരിഞ്ഞു പാലെടുക്കാനായിട്ട്. അതാകുമ്പോൾ മിക്സിയിലിട്ട് അടിക്കുകയല്ലേ. അപ്പോൾ പാലെടുക്കാനായിട്ട് ഞാൻ ചെറുതാക്കി അരിഞ്ഞു. ബാക്കിയുള്ള തേങ്ങയും കൂടി ഞാൻ ചെറുക കേട്ടോ. കാരണം ഞങ്ങൾക്ക് പാല് 3 ആൾക്കും നന്നായി നൂൽപുട്ടിന് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ നന്നായി തന്നെ പാലെടുക്കണമെങ്കിൽ തേങ്ങ കുറച്ചും കൂടി വേണമല്ലോ. അപ്പോൾ അതിൽ ബാലൻസുള്ള തേങ്ങയും കൂടി ഞാൻ ചെരുവി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 2 ദിവസം മുമ്പ് എടുത്ത വീഡിയോ കേട്ടോ. എനിക്ക് എഡിറ്റ് ചെയ്യാനും ഒന്നും സമയം കിട്ടിയില്ല. എഡിറ്റ് ചെയ്താണെങ്കിൽ പിന്നെ നമുക്ക് വേറെ എടുത്ത് പോസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നെ ഇങ്ങനെ സമാധാനമായിട്ടൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്യണമല്ലോ. പുറത്ത് പോയിരിക്കാൻ പറ്റില്ല. ഇവിടെ
അകത്ത് തന്നെ വന്നിട്ട് ചെയ്യണം. കാരണം ഞങ്ങളുടെ മുറ്റത്ത് റോഡുള്ളത് കൊണ്ട് ഭയങ്കര ശബ്ദം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം റൂമിൽ നിന്ന് തന്നെയാണ് വന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുക. നമ്മൾ വോയിസ് കൊടുക്കുമ്പോൾ വേറെ ശബ്ദങ്ങൾ കയറി വരുമ്പോൾ കേൾക്കുന്നവർക്കത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇന്ന് ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഞായറാഴ്ചയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ ഇത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യാമല്ലോ. അത് കഴിഞ്ഞിട്ടൊക്കെ വേണം എനിക്കിന്ന് വണ്ടി എടുത്ത് ഓടാൻ പോകാനായിട്ട്. ഇന്നും ഞാൻ നന്നായി കിടന്നുറങ്ങി. ഞാൻ ഇന്ന് വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോറിക്ഷയിൽ ഇരുന്നിട്ടൊരു 10-15 മിനിറ്റ് ഞാൻ ഉറങ്ങിപ്പോയിട്ട് ഇവിടെ വന്നതിന് ശേഷം. അപ്പോൾ നന്ദു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ അകത്ത് പോയി ഉറങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വേഗം വെളിച്ചെണ്ണ തേച്ച് തലയിലും മുഖത്തൊക്കെ വെളിച്ചെണ്ണ തേച്ച് വേഗം പോയി കുളിച്ചിട്ട് ഞാനൊന്നും ചെയ്തില്ല, പണികളൊന്നും ചെയ്തില്ല. ചായ കുടിച്ചിട്ട് വേഗം പോയിട്ട് കിടന്നുറങ്ങി. 12 വരെ കിടന്നുറങ്ങി കേട്ടോ. 12 വരെ കിടന്നുറങ്ങിയതിന് ശേഷമാണ് ഇന്നത്തെ പണികളൊക്കെ എടുത്തത്. അത് പിന്നെ വീഡിയോ ഒന്നും ചെയ്തില്ല, കാരണം ഓൾറെഡി നമുക്ക് 2 ദിവസം മുമ്പത്തെ വീഡിയോ ഈ കാണുന്ന വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഫോണിലാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, സ്പേസ് കിട്ടണില്ല. അപ്പോൾ ഞാൻ ഈ എടുത്ത് വെക്കണ വീഡിയോ എഡിറ്റ് ചെയ്ത് നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം പോസ്റ്റായി കഴിഞ്ഞാൽ ഞാനത് ഡിലീറ്റ് ചെയ്യും. നമ്മുടെ മൊബൈലിലുള്ള നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച് ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യും. എന്നാലേ അടുത്ത വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കുറച്ച് ലെങ്ത്തുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് കാണുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വേഗം പറ്റുള്ളൂ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ നന്ദുവിനെയും കുഞ്ചൂസിനെയും സ്കൂളിൽ നിന്ന് പോയി കൂട്ടിക്കൊണ്ടുവന്നു. ഞാൻ എൻ്റെ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നു, കാക്കിയൊക്കെ എടുത്തിട്ടാണ് പോയത്. കാരണം വന്ന് ഞാനിന്ന് ഉച്ചയ്ക്ക് ചോറ് തിന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് എനിക്ക് പോകാനായിട്ട്. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. കാരണം പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ തന്നെ ഡ്രസ്സും മാറ്റി മക്കളെ വിളിക്കാൻ പോയതാണ്. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ളത് ഞാൻ എടുക്കുകയാണ്. കാരണം പിള്ളേർ കുളിച്ച് വന്നാൽ അപ്പം തന്നെ എനിക്ക് ഇറങ്ങണം, എന്നാലും എനിക്ക് കുറച്ച് സമയം വണ്ടി ഓടാനുള്ള സമയം കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എനിക്കുള്ള കഴിക്കുകയാണ്. ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചാട്ടോ കഴിക്കുക. അപ്പോൾ അവർ കുളിച്ചിങ്ങോട്ട് വന്ന് ഞാൻ ഇറങ്ങും. അപ്പോഴത്തേക്ക് എൻ്റെ കഴിക്കൽ കഴിഞ്ഞാൽ സമാധാനമായല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നൂൽപുട്ടും പാലും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കറി കൂട്ടി കഴിക്കണേക്കാട്ടും കൂടുതൽ ഇഷ്ടം തേങ്ങാപ്പാൽ കൂട്ടിയിട്ട് കഴിക്കുന്നതാണ്. അമ്മയ്ക്കാണെങ്കിൽ തൻപാൽ പോലെ നല്ല കട്ടിയിലാണ് എടുക്കുക. ഞാൻ പിന്നെ കുറച്ച് വെള്ളമൊക്കെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കഴിക്കാനിരുന്നു. കട്ടൻ ചായയാണ് നമ്മൾ വൈകിട്ട് കുടിക്കൽ, രാവിലെ മാത്രമേ പാൽച്ചായ കുടിക്കുകയുള്ളൂ. അത് രാവിലത്തെ ഒഴിവാക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല കേട്ടോ. കാരണം രാവിലെ നല്ലൊരു ചായ കുടിക്കണം എന്നുള്ളൊരു തോന്നലാണ് എപ്പോഴും, അതങ്ങോട്ട് മാറ്റാൻ പറ്റണില്ല. പിന്നെ പിള്ളേർക്കായാലും കട്ടൻ ചായ വൈകിട്ട് ഒരു കുഴപ്പമില്ല. അവർക്കെന്ന് വെച്ചാൽ കഫക്കെട്ടൊക്കെ ഉള്ള കാരണം അവരും പറയും പാൽ ചായ വേണ്ട, കട്ടൻ ചായ മതി എന്നുള്ളത്. അപ്പോൾ പിന്നെ ഏലക്കായപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കട്ടൻ ചായയാണ്. അപ്പോൾ അത് ആസ്വദിച്ച് തന്നെ നമുക്ക് കഴിക്കാനും പറ്റും. പാൽ ചായ ഇഷ്ടമാണ്, പക്ഷെ 2 നേരം പാൽ ചായ കുടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ശരിക്കും പാൽ ചായ പാടില്ല എന്നാണ്. അപ്പം ഞാൻ ദേ കഴിക്കുകയാണ്. ഞാനൊരു 6-7 പീസ് എടുത്തിട്ടുണ്ട് തോന്നുന്നു. 6-7 എണ്ണം നൂലപ്പം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല ഉച്ചയ്ക്ക് ചോറിനകത്ത് നല്ല വിശപ്പുണ്ട് കേട്ടോ. അതിൻ്റെ തീറ്റണി കണ്ടുകൊടുക്കണേ. അപ്പം ഞാൻ ദേ കഴിച്ചു കഴിഞ്ഞു. ഇനി ദേ കുഞ്ചൂസ് കഴിക്കാൻ പോവുകയാണ്. കുഞ്ചൂസിനങ്ങനെ വീഡിയോയിൽ അങ്ങനെ കാണിക്കണമെന്ന് അങ്ങനെ അവനൊരു കുഴപ്പമില്ല. പക്ഷെ നന്ദുവിന് അത്ര ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ അതുകൊണ്ട് ഞാൻ നന്ദുവിനെ അങ്ങനെ എപ്പോഴും അങ്ങനെ എടുക്കുകയില്ല, വെറുതെ എന്തിനാന്ന് വിചാരിക്കും. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വന്നപ്പോൾ നമ്മുടെ ഈ ഒരു പൂച്ച, ഇവർ എപ്പോഴും ഇവിടെ തന്നെയായിട്ട് അമ്മയും മക്കളും. അപ്പം മീനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മീൻ കൊടുക്കലുണ്ട്. പിന്നെ മീൻ കറി വെച്ചാലൊക്കെ കുഴച്ചിട്ട് ചോറൊക്കെ കൊടുക്കലുണ്ട് അങ്ങനെ. പക്ഷേ ഇന്നിപ്പോൾ വേറെ ഒന്നും കൊടുക്കാനില്ലായിരുന്നു. പിന്നെ ഇതാണെങ്കിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. നമുക്കെന്തായാലും കാണുമ്പോൾ ഒരു സങ്കടമാണല്ലോ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് നൂൽപുട്ടെടുത്ത് പാൽ മിക്സ് ചെയ്തിട്ട് ഞാനവിടെ വെച്ച് കൊടുത്തു. അപ്പോൾ വേറെ പാത്രവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം പിന്നെ നമ്മളിവിടെ വീട്ടിൽ വളർത്തുന്ന പൂച്ചുള്ള സമയത്തൊക്കെ ഞാൻ ഓരോ പ്ലേറ്റും കാര്യങ്ങളൊക്കെ അതിനായിട്ട് വെച്ചിരുന്നു. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് നിലത്ത് വെച്ച് കൊടുത്തത് കേട്ടോ. ജനലിൽ കുറ്റിട്ടോ കുഞ്ചൂസ്, കൊതുക് കയറും. ഇതിൽ നിങ്ങൾ അടയ്ക്കൂല.
എഴുതാനും വായിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറച്ച് നേരത്തെ വിശേഷങ്ങൾ എടുത്താട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അഭിപ്രായങ്ങൾ എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ വണ്ടി എടുത്ത് ഓടാൻ പോവുകയാണ്. 5:32 സമയം. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. 5:32. പിന്നെ ഇനി ഞാൻ ഒരു 9 മണി 9:30 വരെ വണ്ടി എടുത്ത് ഓടും. കാരണം തീരെ ഞാൻ വണ്ടി എടുത്തിട്ടില്ല. കുറച്ച് സമയം ഉറങ്ങുകയും വീട്ടിലെ പണികളൊക്കെ ചെയ്യുകയും പിള്ളേരെ വിളിച്ചുകൊണ്ടുവരികയും ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിട്ടാണ് പോകുന്നത്. ഇല്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും അതിൻ്റെ ആവശ്യമില്ല. നല്ല അടിപൊളിയായിട്ട് നിറച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ടാറ്റാ.